പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVS പരിസര പഠനം യൂണിറ്റ് 1 ജീവികളും ചുറ്റുപാടും. യൂണിറ്റിൻ്റെ പേര് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ജീവികളെക്കുറിച്ചും അവയുടെ ചുറ്റുപാടുകളെക്കുറിച്ചാണ് നമുക്ക് ഈ യൂണിറ്റിലൂടെ പഠിക്കാനുള്ളതെന്ന് അല്ലേ. നമുക്ക് ചുറ്റും ഒരുപാട് ജീവികളുണ്ടല്ലോ. അവ ഏതൊക്കെയാണ് ഒന്ന് ഓർത്തു നോക്കൂ. ഏതൊക്കെയാണ്? കാക്ക, മൈന, പാമ്പ്, തവള, മീൻ, നായ, പശു, എലി, പൂച്ച, അങ്ങനെ ഒരുപാടുണ്ട്. ഈ പ്രത്യേകതകളൊക്കെ നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലേ. ജീവികൾ, അവയുടെ ആവാസ വ്യവസ്ഥയെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം, പ്രകൃതിയെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം, അതൊക്കെ നമുക്ക് ഈ യൂണിറ്റിലൂടെ പഠിക്കാം. ഓക്കെ, നിങ്ങൾ തയ്യാറല്ലേ? ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നിച്ച് നൽകായതുകൊണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ക്ലാസ്സുകൾ നൽകുന്നത്. ഇത് പാർട്ട് 1 ആണ്. യൂണിറ്റ് 1 ജീവികളും ചുറ്റുപാടും. ഫസ്റ്റ് പേജിൽ ഒരു കുട്ടി എഴുതിയ നിരീക്ഷണക്കുറിപ്പാണ് നൽകിയിട്ടുള്ളത്. ഇതൊന്ന് വായിച്ചാലോ. ഡേറ്റ് നൽകിയിട്ടുണ്ട് 20/8/2024. പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് ആമ്പൽക്കുളമാണ്. വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. നല്ല തെളിഞ്ഞ വെള്ളം, ആമ്പലുകൾ പൂവിട്ടു നിൽക്കുന്നു. ഏതാനും ജലസസ്യങ്ങളും പായലുകളും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു. കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളുമുണ്ട്. വെള്ളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്ന് വായ് പിളർക്കും. തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽക്കുളത്തിലെ മറ്റു അന്തേവാസികൾ. കുളത്തിൽ ചെറുകല്ലുകളിട്ട് ഓളങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കളിച്ചു. കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല. റെന എഴുതിയ നിരീക്ഷണക്കുറിപ്പാണ് നമ്മൾ വായിച്ചത്. കുളത്തിലും ഞാവൽ മരത്തിലുമായിട്ട് കുറേ ജീവികൾ വായിച്ചല്ലോ. അവ ഏതൊക്കെയാണ്? കുളത്തിൽ മത്സ്യം, തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ അല്ലേ. ഇനി മരത്തിലുള്ളതോ? കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി, ഉറുമ്പുകൾ, ചെറുപ്രാണികൾ. ഇവിടെ നമ്മൾ കുറേ ജീവികളുടെ പേര് എഴുതിയല്ലോ. അതുപോലെ ഒരുപാട് ജീവജാലങ്ങളെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പക്ഷേ എല്ലാ ജീവജാലങ്ങളും എല്ലായിടത്തും കാണാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. മത്സ്യത്തെ നിങ്ങൾ കരയിൽ കാണാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവയെ വെള്ളത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത്? കരയിൽ അവയ്ക്ക് ശ്വസിക്കാൻ കഴിയില്ല, അവ ചത്തുപോകും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികളുണ്ട്, അതുപോലെ കരയിൽ മാത്രം ജീവിക്കുന്നവയുണ്ട്, വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളുണ്ട്. വെള്ളത്തിൽ ജീവിക്കുന്നവ മത്സ്യം. വെള്ളത്തിൽ ഉൾപ്പെടുന്നതാണ് സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യം, ചെമ്മീൻ, സ്രാവ്, ഇതൊക്കെ ഉൾപ്പെടും. അതുപോലെ ചില സസ്യങ്ങളുണ്ട് അല്ലേ, ആമ്പൽ, താമര, കുളവായ, ഇതൊക്കെ അല്ലേ. കരയിൽ മാത്രം ജീവിക്കുന്നവ അണ്ണാൻ, കൊക്ക്, ഉറുമ്പ്, പക്ഷികൾ, പൂമ്പാറ്റ, ഓന്ത്, ഇതൊക്കെ നമ്മൾ കുളക്കരയിൽ കണ്ടതാണ്. ഇനി വേറെ എന്ത് ചെയ്താൽ പൂച്ച, ആട് മൃഗങ്ങളാണ് അല്ലേ, മനുഷ്യർ, അതുപോലെ ചില സസ്യങ്ങൾ, അതൊക്കെ കരയിൽ മാത്രം ജീവിക്കുന്നവയാണ്. ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ ഏതൊക്കെയാണ്? നമുക്ക് കുളത്തിൽ കാണാൻ കഴിയുന്നത് തവളനെയാണ് അല്ലേ. സലമാൻഡറുകൾ, ന്യൂട്ടുകൾ, സിസിലിയനുകൾ, ഇതൊക്കെ നമുക്ക് LSS ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. നമ്മൾ LSS ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുക. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അതായത് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും, CH പ്രതിഭ ക്വിസ്, അക്ഷരമുറ്റം ക്വിസ്, സ്വദേശ് മെഗാ ക്വിസ് തുടങ്ങിയ ക്വിസ് വീഡിയോസ് നൽകുന്നുണ്ട് കേട്ടോ. ഓണം വെക്കേഷന് ശേഷം നമുക്ക് LSS ക്ലാസ്സുകൾ എടുത്തു തുടങ്ങാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാ വിഷയങ്ങളും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമാണെന്ന് മനസ്സിലായി. നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ? ആവശ്യമാണ്. എല്ലാ ജീവികൾക്കും വസിക്കാൻ വാസസ്ഥലം, അതായത് സ്ഥലം ആവശ്യമാണ്. നമുക്ക് മത്സ്യത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കാം. എല്ലാ മക്കളും വരയ്ക്കണം കേട്ടോ. അതിൽ അടയാളപ്പെടുത്തണം. എന്നിട്ട് ജലത്തിൽ വസിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണെന്ന് നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെ വരച്ച് അടയാളപ്പെടുത്തുക. വായ്, കണ്ണ്, ചെകിളമുടി എന്നാൽ ചെകിളപ്പൂക്കൾ, ശകുലങ്ങൾ എന്നൊക്കെ പറയും. മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ചെകിളപ്പൂക്കളിലൂടെയാണ്. നമുക്ക് മൂക്കാണല്ലോ,
അതുപോലെ തവളക്ക് എന്താണ്, ജലത്തിലായിരിക്കുമ്പോൾ ത്വക്കാണ് തവളയുടെ ശ്വസനാവയവം. അതുപോലെ എട്ടുകാലിയുടേത് ഏതാണ് അറിയോ? ബുക്ക് ലെങ്സ് ആണ് കേട്ടോ. GK ക്ലാസ്സുകളൊക്കെ മക്കൾ കാണണേ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, മക്കൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തിനൊക്കെയാണ് മത്സ്യങ്ങളെ സഹായിക്കുന്നതെന്ന് നോക്കാം. മത്സ്യത്തിൻ്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണ്. ഇത് അവയ്ക്ക് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ്. ഇതാ ടെക്സ്റ്റ് ബുക്കിൽ 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം രണ്ടറ്റവും കൂർത്ത ആകൃതിയിലുള്ളതാണ്. രണ്ടാമത്തേത് പരന്ന ആകൃതിയിലുള്ളതാണ്. ഏത് ചിത്രത്തിനാണ്, ഏത് ആകൃതിക്കാണ് വെള്ളത്തിലൂടെ സ്മൂത്തായിട്ട് സഞ്ചരിക്കാൻ കഴിയുക? ഒന്നാമത്തെ ചിത്രത്തിന് അല്ലേ? ഒന്നാമത്തെ ചിത്രത്തിന് രണ്ടറ്റവും കൂർത്ത ആകൃതി ആയതുകൊണ്ട് വെള്ളത്തിലൂടെ സ്മൂത്തായിട്ട് നല്ല സുഖമായിട്ട് സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ മത്സ്യങ്ങൾക്ക് തോണിയുടേത് പോലുള്ള ആകൃതിയാണ്. ശരിക്കും നമ്മൾ മത്സ്യത്തിൻ്റെ ആകൃതിയിലാണ് നമ്മൾ തോണി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെ സവിശേഷതകളാണ് മത്സ്യത്തിനുള്ളതെന്ന് നോക്കാം. മത്സ്യങ്ങൾ സഞ്ചാരദിശ മാറ്റുന്നത് എങ്ങനെയാണ്? വാൽച്ചിറകുകൾ കൊണ്ടാണ്. മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുമ്പോൾ ദിശ മാറ്റുന്നതിന് സഹായകരമായ അവയവം വാൽച്ചിറക്. മത്സ്യത്തിന് ജലത്തിൽ ജീവിക്കാൻ സഹായകരമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. ഇത് ജലത്തിൽ സുഖകരമായി സഞ്ചരിക്കാൻ സഹായകമാണ്. രണ്ടാമത്തെ പോയിന്റ്, ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ. അടുത്തത്, ശകുലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു, അതായത് ചെകിളപ്പൂക്കൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു. അവർക്ക് വഴുവഴുപ്പുള്ള ശരീരമാണ്. ഇത് വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്നു. അപ്പോൾ അടുത്ത പോയിന്റ്, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം. നിരയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശൽക്കങ്ങൾ, ബാഹ്യകർണങ്ങൾ, കഴുത്ത് എന്നിവയില്ല. അതുകൊണ്ട് ജലത്തിൽ തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ഇതുവരെ മക്കൾക്ക് മനസ്സിലായല്ലോ. മത്സ്യങ്ങളുടെ സവിശേഷതയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് സസ്യങ്ങളുടെ സവിശേഷതകളാണ്. ഇവിടെ 2 ചെടികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതുപോലുള്ള ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് എവിടെ കാണപ്പെടുന്ന ചെടികളാണ്? വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ചെടികളാണ്. അതായത് മരുഭൂമിയിൽ കാണപ്പെടുന്ന ചെടികളാണല്ലേ. മരുഭൂമിയിൽ വെള്ളമൊന്നും ഇല്ലെങ്കിലും എങ്ങനെയാണ് അവയ്ക്ക് അവിടെ വളരാൻ കഴിയുന്നത്? എന്തൊക്കെ പ്രത്യേകതകളാണ് അവയ്ക്കുള്ളത്? അവയുടെ തണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? തണ്ട് നല്ല പച്ച നിറമുള്ള കട്ടിയുള്ള തണ്ടായിരിക്കും. ഇതാ മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകതകളാണ് നൽകിയിട്ടുള്ളത്. എങ്ങനെയുള്ളതാണ്? മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം. അവയുടെ തണ്ടുകൾ കനമുള്ളതും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വെക്കാൻ കഴിവുള്ളവയുമാണ്. തണ്ടുകളിൽ മെഴുകുപോലുള്ള ഒരു ആവരണമുണ്ട്. ആവരണം ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു. മണ്ണിലേക്ക് വളരെയധികം ആഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്നും ജലം വലിച്ചെടുക്കും. ഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സവിശേഷതകളൊക്കെയാണ് മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ പ്രാപ്തമാക്കുന്നത്. ഇതുപോലുള്ള സസ്യങ്ങൾ മാത്രമല്ല, ചില മൃഗങ്ങളും മരുഭൂമിയിൽ വസിക്കുന്നുണ്ട്. വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ, അതായത് മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. അതുപോലെ മഞ്ഞുമേഖലകളിൽ, ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. അവയുടെ പ്രത്യേകതകളുമായിട്ട് പാർട്ട് 2 ഉടനെ നൽകാം കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.